അപ്പൊ നമ്മൾ പിള്ളേരുടെ ഓണം കണ്ടു, പാരന്റ്സിന്റെ മാനേജ്മെന്റിന്റെ എല്ലാവരുടെയും ഓണം കണ്ടു, മെഗാ തിരുവാതിര കണ്ടു. ഫുൾ സ്കൂൾ എനർജിയാണ്. ഗായത്രി വൈബ് ഓണം എന്ന് തന്നെയാണ്. ഫുൾ എനർജിയാണ്. എല്ലാവരും നല്ല ഓണസദ്യ കഴിച്ച് ക്ഷീണത്തിലാണ്. ഞാനും നല്ല ക്ഷീണത്തിലാണ്. അപ്പൊ നമുക്ക് ടീച്ചേഴ്സ് എല്ലാം ഇവിടെ ക്ഷീണമൊന്നും പ്രശ്നമല്ല. തിരുവാതിരയുടെ ബാക്കി ഇനി ഒരു തിരുവാതിരകൾ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അവരോട് ചോദിക്കാം, ഇനി ഉണ്ടോ, ഇനി വടംവലി ഉണ്ടോ, മറ്റു പരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ, ടീച്ചർമാരുടെ ഓണം എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ഹായ്, പേരെന്താ? തസ്നി, ശ്രുതി, ശ്രുതി, കാർത്തിക, അശ്വതി, ഗോപിക, ശിവപ്രഭ, സോണിയ, അലീഷ. ഇവിടെ എല്ലാം ശ്രുതിമാരാന്ന് തോന്നുന്നു. കുറെ ശ്രുതിമാരുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് ടീച്ചറിന്റെ ഈ വട്ടത്തെ ഓണം എങ്ങനെയുണ്ട്? നല്ലതായിരുന്നു. ആദ്യത്തെ ഓണമാണ് ഇവിടുത്തെ. ഈ സ്കൂളിലെ ആദ്യത്തെ ഓണമാണ്. അപ്പൊ ആദ്യത്തെ ഓണം എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ്. പൊളിയാണ്. കുട്ടികളോട് ആഘോഷമാണോ ടീച്ചേഴ്സിന്റെ കൂടെ ആഘോഷമാണോ? എല്ലാം അടിപൊളിയാണ്. എല്ലാ ഈ ഡ്രസ് കോഡ് ഇവരെല്ലാരും പറയുന്ന മെയിൻ ടീച്ചറാണെന്നാണ്. എല്ലാം എന്ത് ചോദിക്കണമെങ്കിലും ടീച്ചറിനോട് ചോദിച്ചാൽ മതി എന്ന് എന്നോട് പറഞ്ഞു. മെയിൻ ആണ്. അപ്പം തിരുവാതിരയുടെ കൊറിയോഗ്രാഫി ഓ ഡാൻസിന്. അപ്പൊ മൊത്തത്തിൽ ഇവിടുത്തെ മെയിൻ ആളാണ്. ഡ്രസ് കോഡ് സെറ്റ് ചെയ്ത ടീച്ചറാണോ? അപ്പം അശ്വതി ടീച്ചറിനോട് ഇരിക്കും. ഡ്രസ് കോഡ് ടീച്ചറാണോ? ഓക്കെ, ടീച്ചറാണോ ഡ്രസ് കോഡ് സെറ്റ് ചെയ്തത്? എങ്ങനെയുണ്ടായിരുന്നു? ഏത് കളർ സെലക്ട് ചെയ്യാൻ ആരാ? ടീച്ചറിന്റെ ആഗ്രഹമായിരുന്നു ഈ കളർ വേണമെന്ന്. സൗമ്യ ടീച്ചറിന്റെ ആഗ്രഹമായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും പേർക്ക് സാരിയൊക്കെ സെറ്റ് ചെയ്ത് ടീച്ചർ സെറ്റ് ചെയ്ത സാരി എല്ലാരും എടുത്ത് കണ്ടപ്പം സന്തോഷം. ഭയങ്കര സന്തോഷം. എന്റെ വിജയം അല്ലേ? എന്റെ വിജയം. ഓക്കെ, ടീച്ചറിന് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എന്റെ ഫസ്റ്റ് ഓണമാണ് ഇവിടെ ഗായത്രിയില്. അടിപൊളിയായിരുന്നു. അപ്പൊ നിങ്ങളെ ആരെയും കണ്ട ടീച്ചേഴ്സ് ആണെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ എന്റെ ഒക്കെ പ്രായമുള്ളവരാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് സാരിയൊക്കെ എടുത്ത്? പണ്ട് കോളേജിൽ ആഘോഷം അതേ വൈബ് തന്നെ ഉണ്ട് ഇവിടെ. 2 മാസം മുന്നേ വരെ കോളേജിലായിരുന്നു. അപ്പൊ നിങ്ങളൊക്കെ കാണും പ്രായം കുറവാണെന്ന് ടീച്ചർ പറഞ്ഞത്. ഓക്കെ, ഇവിടുത്തെ ഏറ്റവും ഇളയ ടീച്ചറാണ്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇവരെല്ലാം പ്രായമുള്ളവരാണ്. എനിക്ക് പ്രായമൊന്നും വലിയവരുടെ പ്രായമൊന്നും നമുക്ക് പ്രശ്നമില്ല. അതെ, ഓണമായ ഇവർക്കൊന്നും പ്രായം പ്രശ്നമില്ലെന്ന് പറയാനാണോ? അല്ലെന്ന്, ഞങ്ങക്ക് പ്രായം പ്രശ്നമാണ്. എങ്ങനെയുണ്ട് ടീച്ചറിന്റെ ഓണം? എങ്ങനെയുണ്ട്? കുട്ടികളായിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഓണം ആഘോഷമൊക്കെ? ആര് തിരുവാതിര പഠിപ്പിച്ച ആരാ? മെഗാ തിരുവാതിര പഠിപ്പിച്ചത്. ഓക്കെ, അപ്പൊ പുറത്തുനിന്ന് ആളൊന്ന് പഠിപ്പിച്ചത്. അത് എങ്ങനെ ഉണ്ടായിരുന്നു? കുറെ നാളിന് ശേഷമാണ്. ഓക്കെ, അപ്പൊ ഈ കുറെ നാളിന് ശേഷമാണോ തിരുവാതിരയൊക്കെ കളിക്കുന്നത്? എല്ലാ വർഷവും തിരുവാതിര കളിക്കാറുണ്ടോ? ഞാൻ കുറെ വർഷത്തിന് ശേഷം ആണ്. അപ്പൊ ടീച്ചർ എല്ലാ വർഷവും കളിക്കാറുണ്ട് തോന്നുന്നു. ഇല്ല, ഞാനും എല്ലാരും ഞാൻ എംഫിൽ കഴിഞ്ഞ് പിന്നെ 4 വർഷം കോളേജിലൊക്കെ പഠിപ്പിച്ച് ആ രീതിക്ക് നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു സ്കൂളിൽ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇവിടുത്തെ ആദ്യത്തെ ഓണമാണ്. പക്ഷെ ഞാനും വിചാരിച്ചു എങ്ങനെ ആയിരിക്കും ഓണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാര്യം കുട്ടികളുടെ ഓണമാണെങ്കിലും ടീച്ചേഴ്സിന്റെ ഓണമാണെങ്കിലും രണ്ട് വൈബായിരുന്നു. ഭയങ്കര എനർജറ്റിക് എല്ലാരും ഭയങ്കര എനർജറ്റിക്. അപ്പൊ നിങ്ങൾ വിചാരിച്ചോ ടീച്ചേഴ്സിന്റെ ഓണം കുറച്ച് എത്ര വൈബ് പോരായിരിക്കും? ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് വക സദ്യ ഒക്കെ ഉണ്ടായിരുന്നു. അത് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു? സൂപ്പർ സദ്യയായിരുന്നു. എല്ലാരും ഭയങ്കര എനർജിയിലാണ്. ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടോ? അടുത്ത ഡാൻസോ വേറെ എന്തെങ്കിലും ഉണ്ടോ? പ്രോഗ്രാം ഈ ഗെയിംസ് എന്തെങ്കിലും ഉണ്ടോ? വടംവലി. അപ്പൊ ഏത് ടീം എങ്ങനെയായിരിക്കും? നിങ്ങൾ സെറ്റ് ചെയ്യുന്നത്? എല്ലാരും ഒരു സൈഡിൽ നിന്നാണോ ഇത് ചെയ്യുന്നത്? വലിക്കുന്നത് എല്ലാരും ഒരു സൈഡിൽ നിന്നായിരിക്കും വലിക്കുന്നത്? നിങ്ങൾ ഇത്രയും പേരാണ് ഗ്യാങ്. അപ്പൊ നിങ്ങൾ ഇത്രയും എനർജി ആയിട്ടൊരു പാട്ട് പാടത്തില്ലേ? അതെ, അത്രേ ഉള്ളൂ. പാടിക്കോ. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊച്ചു വേണം, കുഴൽ വേണം, കുരവ വേണം. ഓ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ തകതൈതോ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ തകതൈതോ. ഓ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ തകതൈതോ. ഓ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ തകതൈതോ. ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ തകതൈതോ. ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ തകതൈതോ. ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ തകതൈതോ. ആർപ്പോ ഇതേ എനർജിയുടെ ഡാൻസ് കൂടെ കളിക്കും നമുക്ക് വേണ്ടി. കളിക്കും. ടീച്ചർ ഒറ്റയ്ക്ക് കളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കളിക്കും. ഒറ്റ മൈൻഡ്. എല്ലാം ഒറ്റ മൈൻഡ് ടീംസ് ആണ്. കളിക്കോ? പാട്ട് സെറ്റ് ചെയ്യുമ്പോ നമുക്ക് ഇവിടെ കളിക്കാം.
ഇവിടെ വേറെ കുറച്ച് ടീച്ചർമാർ ഇതേ സദ്യയൊക്കെ കഴിച്ച് നല്ല ക്ഷീണത്തിൽ ഒരു കട്ടില് കിട്ടി ഇപ്പൊ ഉറങ്ങും എന്നുള്ള രീതിയിൽ നിപ്പുണ്ട്. അപ്പൊ പക്ഷെ അവരെ കൊണ്ട് നമ്മൾ എന്തായാലും പാട്ട് പഠിപ്പിക്കും. അവരുടെ എനർജി നമ്മൾ തിരിച്ചു കൊണ്ടുവരും. എനർജി തിരിച്ചു കൊണ്ടുവരത്തില്ലേ? ഉറപ്പല്ലേ? ടീച്ചറിന്റെ പേരെന്താ? രാധിക, അശ്വതി, സൂര്യ, ശില്പ, പൂജ, ശ്രുതി, രേഷ്മ, ജെഫി, യമുന, പാർവതി, ഗോപിക, ആതിര, വിസ്മയ. നിങ്ങൾക്ക് ക്ഷീണമുണ്ടോ സദ്യ കഴിച്ചതിന്റെ? ഇല്ലില്ല. ടീച്ചറിന് ക്ഷീണമുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു ടീച്ചറിന് ഈ വട്ടത്തെ ഓണാഘോഷം? എങ്ങനെയുണ്ടായിരുന്നു? എല്ലാ വർഷത്തെ പോലെ തന്നെ ഉണ്ടായിരുന്നു? ഓരോ വർഷം അടിപൊളിയായിരുന്നു. ഇവിടുത്തെ ആദ്യത്തെ ഓണമാണോ? അല്ല, 4ാമത്തെ ഓണം. ഓക്കെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു 4ാമത്തെ ഓണം? അടിപൊളിയായിരുന്നു. കഴിഞ്ഞ 3 ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അതിനെക്കാട്ടി സൂപ്പറായിരുന്നു ഇത്തവണ. കുട്ടികളുമായിട്ടുള്ള ഓണം എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിൽ? ടീച്ചർ കുട്ടികൾ ഏത് ക്ലാസ്സിന്റെ ടീച്ചറാ? ഞാൻ KG. ഓ KG. അപ്പൊ കുഞ്ഞു പിള്ളേരോടാ. അപ്പൊ ടീച്ചറിന്റെ മനസ്സും കുഞ്ഞു മനസ്സാന്നാണ് തോന്നുന്നത്. ഓക്കെ. അപ്പൊ ടീച്ചറിന് എന്തൊക്കെയോ പറയാനുണ്ട്. ടീച്ചറിന് ഒരുപാട് ഓണ ഓർമ്മകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. അങ്ങനെ ചേച്ചിക്ക് കുറെ ഓർമ്മകളുണ്ടെന്നാണ്. അല്ല, അടിപൊളി ഓണമായിരുന്നു. ടീച്ചറെന്ന് ചേച്ചി പ്രായമല്ലേ ഉള്ളൂ. അപ്പം ടീച്ചർ പറഞ്ഞ അടിപൊളി ഓണമായിരുന്നു. ഇങ്ങനെ ഉണ്ടായിരുന്നു പണ്ട് സ്കൂളിൽ ടീച്ചർ ഒരു സ്കൂളിൽ സ്റ്റുഡന്റ് ആയിട്ട് പഠിപ്പിക്കുമ്പോൾ ഇപ്പോഴൊരു ടീച്ചറായിട്ട് ഓണം ആഘോഷിക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ആ ഡിഫറൻസ് എന്താ എന്ന് വെച്ചാൽ അന്നേരം ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ എൻജോയ് ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മളും കൂടെ കളിക്കുന്നുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അടിപൊളി ഓണമായിരുന്നു. അടിപൊളിയാണ്. ടീച്ചറിനും അടിപൊളി ഓണമായിരുന്നു. ടീച്ചർ വീട്ടിൽ ഓണമൊക്കെ ഒരുക്കോ? എല്ലാം ഒരുക്കി. വീട്ടിൽ സദ്യയൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കാറുണ്ട്. ഉപ്പേരി വറുത്തോ? ഉപ്പേരി വറുത്തു. അപ്പൊ ഇവിടുത്തെ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ടീച്ചറിന് സദ്യക്കകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ? എനിക്കോ പായസം. എന്റെ ടീച്ചറിന്റെ പേര് പറഞ്ഞില്ല. ജെഫി പറഞ്ഞായിരുന്നു. ഓ പിന്നെ ടീച്ചറിന്റെ പേരെന്താ? രേഷ്മ. ടീച്ചർ സദ്യക്കകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ? പായസം. വടം വലിയൊക്കെ ഉണ്ടായിരുന്നോ? തിരുവാതിരക്കകത്ത് ഉണ്ടായിരുന്നോ? തിരുവാതിര എത്ര ദിവസത്തെ പ്രാക്ടീസ് ആയിരുന്നു? ഒരാഴ്ച കൊണ്ട് പൊളിച്ചു. ആരാ പഠിപ്പിച്ചത്? നിങ്ങൾ തന്നെ പഠിച്ചാണ്. അപ്പൊ ടീച്ചറിന് വേറെ ഏതെങ്കിലും ഡാൻസ് ഉണ്ടായിരുന്നു അവിടെ? സ്റ്റേജ് പ്രോഗ്രാംസ് എന്തെങ്കിലും? മെയിൻ തിരുവാതിരക്കകത്തുണ്ടായിരുന്നു. ഇനി ഗെയിംസ് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? പ്ലാൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചില്ല, ക്ഷീണിച്ചിരിക്കുന്നുണ്ട്. അറിയത്തില്ല. ക്ഷീണത്തിലാണ്. ടീച്ചറിന് ക്ഷീണമൊന്നുമില്ല? ടീച്ചർ ഗെയിംസിനകത്ത് പങ്കെടുക്കത്തില്ല? പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വടംവലി ഉണ്ടെങ്കിൽ പങ്കെടുക്കും. ഉറിയടി കാണിക്കും. മാവേലിയായിട്ട് ആരോ ഒരുങ്ങിയായിരുന്നു ഇവിടെ? ടീച്ചർമാരായിരുന്നു. പുലിയായിട്ട് ആരോ സ്റ്റേജിൽ എന്തോ ഒരുങ്ങിയായിരുന്നു? അങ്ങനെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളില്ല. നമ്മളാരും ഇല്ലായിരുന്നു. അപ്പം ഇനി അടുത്ത ഇപ്പൊ വൈകിട്ടുള്ള പരിപാടിക്കെല്ലാം എനർജി ഓക്കെ അല്ലേ? അതെ ഫുൾ സെറ്റ്. ടീച്ചറിന് ക്ഷീണമൊന്നുമില്ലല്ലോ? അപ്പൊ ഇനിയും ടീച്ചറിന് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ട്? ഇതാണോ ആദ്യത്തെ ഓണമാണോ? ഇവിടുന്നാണോ ഓണം തുടങ്ങുന്നത്? ഇവിടുത്തെ 2ാമത്തെ ഓണം അല്ലെ? ഓണം സീസൺ തുടങ്ങുന്നത് ഇവിടെ സ്കൂളിൽ നിന്നാണോ? സ്കൂളിൽ നിന്നാണ്. അപ്പൊ ഫുൾ എനർജിയാണ്. അപ്പൊ ഈ ഓണം പൊളിക്കല്ലേ? ടീച്ചറും പൊളിക്കല്ലേ? വേറെ എന്താ ടീച്ചറിന് കുഞ്ഞിലത്തെ വീട്ടിലെ ഓണമൊക്കെ എങ്ങനെയാ? കുഞ്ഞിലത്തെ ഓർമ്മകളൊക്കെ എന്തെങ്കിലുണ്ടോ? അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും അതിൽ കൂടുതലായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ നല്ലൊരു ഓണമായിരുന്നു ഗായത്രിയിലെ ഓണം. എല്ലാവർക്കും വളരെ നല്ല ഓണമായിരുന്നു. ടീച്ചർ നല്ല ഓണമായിരുന്നു. അടിപൊളി ഓണമായിരുന്നു. വേറെ എന്തെങ്കിലും ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ കുഞ്ഞ് വീട്ടിലെങ്ങനെ ഓണം ആഘോഷിക്കുന്ന ടീച്ചർ? വീട്ടിലെപ്പോഴും ആഘോഷിക്കുന്ന പോലെ നമ്മൾ ഇപ്പോഴും ആഘോഷിക്കുന്നത്. കുഞ്ഞുമക്കളുടെ കൂടെ തന്നെ നല്ല രീതിയിൽ ഓണം. ഇവിടെ അത്തപ്പൂ ഇട്ടോ? വീട്ടിൽ അത്തപ്പൂ ഇടാറുണ്ടോ? ഇടാറുണ്ട്. അത്തം തൊട്ട് ഇടാറുണ്ട്. 10 ദിവസം ഇടാറുണ്ട്. അപ്പം ഉത്രാടത്തിന് അന്ന് ഗ്രാൻഡ് വലിയ അത്തപ്പൂ ഇടാറുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടുത്തെ മെഗാ അത്തപ്പൂ ആയിരുന്നു സാധാ അത്തപ്പൂ ആയിരുന്നു? മെഗാ അത്തപ്പൂ ആയിരുന്നു. അപ്പൊ എല്ലാവരുടെ ചേർന്നാണ് അത്തപ്പൂ ഇട്ടത്. ഡിസൈൻ ഒക്കെ ആരാ സെറ്റ് ചെയ്തേ? ഇവിടെ ടീച്ചേഴ്സ് എല്ലാവരുടെ സെറ്റ് ചെയ്താണ്. ഓക്കെ. അപ്പൊ ടീച്ചർ ഇവിടുത്തെ KG സെക്ഷനും കൊച്ചു പിള്ളേരെ ഹാൻഡിൽ ചെയ്യുന്ന ടീച്ചറാണ്. ടീച്ചർ ഇല്ലാതെ കൊച്ചു പിള്ളേർക്ക് പറ്റത്തില്ലെന്നാ പറയുന്നത്. സത്യമാണോ? അവർക്കെല്ലാം ഞങ്ങൾ എല്ലാവരും ഒരുപോലെയാണ്. എല്ലാ ടീച്ചേഴ്സും ടീം വർക്കാണ്. ഓക്കെ. അപ്പൊ ടീച്ചറിന്റെ മനസ്സ് ഇതുപോലെ കുഞ്ഞു മനസ്സുള്ള ഓണമാണോ അത് വലിയ മനസ്സുള്ള ഓണമാണോ? കുഞ്ഞു മനസ്സുള്ള കുഞ്ഞുങ്ങളുടെ കൂടെ ആകുമ്പോ കുഞ്ഞു മനസ്സ്. അപ്പൊ നിങ്ങൾ കുഞ്ഞു മനസ്സുള്ളവരെല്ലാവരും ഒരു പാട്ട് പാടും? തീർച്ചയായിട്ടും. അപ്പൊ പാട്ട് പാടും. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഒരു ആർപ്പം കൂടെ. അപ്പൊ ഹാപ്പി ഓണം. അപ്പൊ നമ്മള് ഗായത്രിയിലെ ഓണമൊക്കെ ഭയങ്കര രസമായിട്ട് കണ്ടു. ആദ്യം കുഞ്ഞു പിള്ളേരെയും വലിയ പിള്ളേരെയും ടീച്ചേഴ്സിന്റെയും പേരൻസും എല്ലാവരുമായിട്ട് മാനേജ്മെന്റും എല്ലാവരുമായിട്ടുള്ള അടിപൊളി നമ്മൾ ഓണം കണ്ടു. ടീച്ചേഴ്സൊക്കെ ഭയങ്കര എനർജിയാണ്. പിള്ളേരെക്കാളും എനർജിയാണ്. അവരുടെ മെഗാ തിരുവാതിരയും അത്തപ്പൂവും എല്ലാം പരിപാടിയായിട്ട് ഭയങ്കര രസമായിരുന്നു. എല്ലാവരും ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര പവറായിരുന്നു. അപ്പൊ ഇതേപോലെ ഇനി എല്ലാ ഓണം ഇവർക്ക് അടിപൊളിയായിട്ട് ഓണം
ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അതുപോലെ ഇനി കായംകുളത്തെ ഒരുപാട് ഓണവിശേഷങ്ങളും ഒരുപാട് ഓർമ്മ കാഴ്ചകളുമായി നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. താങ്ക് യു.